നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ എങ്ങനെയിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. കാരണം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതിൽ നിന്നൊരു ശകലമെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനത് പ്രശ്നമാണ്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് കോപ്പിറൈറ്റ് ഇഷ്യൂസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം. ആദ്യമായി നമ്മുടെ ചാനലിനൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെന്നിരിക്കട്ടെ. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം നമ്മളൊരു കോപ്പിറൈറ്റ് സ്കൂളിൽ പോകണമെന്നാണ് പറയുന്നത്. ആ കോപ്പിറൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെയല്ല, അവരുടെ കുറേ പോളിസീസാണ്. ആ പോളിസികൾ നമ്മളെ എങ്ങനെ യൂട്യൂബിൽ പെരുമാറും എന്ന് പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ പോളിസികൾ എങ്ങനെയാണ് യൂട്യൂബിൽ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്ന് യൂട്യൂബ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ കോപ്പിറൈറ്റ് സ്കൂളിലൂടെ. അത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ കുറേ പോളിസികൾ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇത്രയൊക്കെ അബദ്ധങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്കൊരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പറയുന്നത്, നിങ്ങൾ കോപ്പിറൈറ്റ് സ്കൂളിൽ പോകണം, കോപ്പിറൈറ്റ് സ്കൂളിലെ വീഡിയോ കാണണം, അതുപ്രകാരമേ നമ്മൾ വീഡിയോ ഇടാവൂ എന്നാണ് യൂട്യൂബ് പറയുന്നത്. സപ്പോസ് നമുക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ലൈവ് ഇട്ടത് മൂലമാണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ വരാൻ പാടില്ലാത്ത ഒരു സംഭവം വന്നു, ആ ലൈവ് മൂലം നമ്മൾക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെങ്കിൽ നമ്മുടെ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യും. എന്നിട്ട് 7 ദിവസത്തേക്ക് നമുക്ക് ലൈവ് ഇടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പോയിന്റിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണത്താൽ 3 കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെന്നിരിക്കട്ടെ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഈ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടും. നമ്മളുടെ അക്കൗണ്ട് തന്നെ പോകും. കാരണം യൂട്യൂബ് ആ അക്കൗണ്ട് റിമൂവ് ചെയ്യും. പിന്നീട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അത് നമുക്ക് പല ബുദ്ധിമുട്ടിലേക്ക് നയിക്കും, നമ്മുടെ മാനസിക സംഘർഷത്തിലേക്ക് നയിക്കും. കാരണം നമ്മൾ എല്ലാവരും ഡെയിലി ഇതിനകത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. യൂട്യൂബ് സ്റ്റുഡിയോ ആണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ ചാനൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ഒരു ചാനൽ ഇല്ലാതാകുമ്പോഴത്തേന് നമുക്കത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഉള്ള ചാനൽ യൂട്യൂബ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാനൽ നമ്മുടെ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അതും യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ്. സപ്പോസ് നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ മെമ്പറാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസം സമയം തരും. ഈ 7 ദിവസം സമയം തരുന്ന കെർട്ടസി പീരീഡ് എന്നാണ് പറയുന്നത്. ആ 7 ദിവസം കൊണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം. പിന്നെ നമുക്കൊരു വീണ്ടും വിചാരത്തിനുള്ള സമയമാണ്. നമുക്കൊരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ കെർട്ടസി പീരീഡ് എന്ന് പറയുന്നത്, 7 ദിവസം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വിശദീകരണം, നമ്മൾ ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമാണെങ്കിൽ യൂട്യൂബ് അത് നമ്മുടെ ചാനലിന് മറ്റ് പ്രശ്നങ്ങളൊന്നും വരുത്തത്തില്ല, ചാനൽ ടെർമിനേറ്റ് ആവില്ല. നമ്മൾക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് വളരെ സൂക്ഷിച്ച് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ വേറെ കുഴപ്പമൊന്നും വരത്തില്ല. ഇപ്പോൾ നമ്മുടെ ചാനലിനൊരു യൂട്യൂബ് സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനും നോക്കി, എൻ്റെ ചാനലിന് അങ്ങനെ ഒരു സ്ട്രൈക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ മറ്റ് വയലേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ നമ്മൾ 100 വട്ടം ചിന്തിക്കണം, ഇത് ഇടാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, യൂട്യൂബ് സ്ട്രൈക്ക് വരുമോ, പിന്നീട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ വരുമോ, ഇതെല്ലാം ചിന്തിച്ചിട്ടേ നമ്മൾ വീഡിയോ ഇടാവൂ. എൻ്റെ ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് സ്ട്രൈക്കൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പറയുന്നത് സൈൻ ഇൻ ടു യൂട്യൂബ് സ്റ്റുഡിയോ, ഫ്രം ദ ലെഫ്റ്റ് മെനു ക്ലിക്ക് കണ്ടൻറ്റ്. അതിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ ഒരു ബാർ കാണും, ഒരു 3 വര പോലത്തെ. ആ ക്ലിക്ക് ഫിൽറ്റർ ബാറ്. അപ്പോൾ അടുത്ത വരുന്നത് കോപ്പിറൈറ്റ് ആണ്. ആ കോപ്പിറൈറ്റിൽ ഇൻ ദ റെസ്ട്രിക്ഷൻ കോളം, റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ കോളമുണ്ട്. ആ കോളത്തിൽ ഹോവർ ഓവർ കോപ്പിറൈറ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് സി ഡീറ്റെയിൽസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോപ്പിറൈറ്റിൻ്റെ എന്തെങ്കിലും സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാകാം. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കറിയാത്ത രീതിയിൽ എന്തെങ്കിലും കടന്നെങ്കിലോ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യാതെ പോയെങ്കിലോ നമ്മുടെ ചാനലിനെ ഇത് അഫക്റ്റ് ചെയ്യും. കാരണം 7 ദിവസം ഒരു പീരീഡ് തരുന്നുണ്ട്. ഈ 7 ദിവസം വളരെ ക്രിട്ടിക്കലാണ്. നമുക്കൊന്ന് വിചിന്തനത്തിനുള്ള സമയമാണ് ഈ 7 ദിവസം എന്ന് പറയുന്നത്. ഈ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കണം. നോട്ടിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ യൂട്യൂബ് നമ്മൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തതായിട്ട് യൂട്യൂബ് മനസ്സിലാക്കുകയും
നമ്മുടെ ചാനൽ തന്നെ അത് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഈ സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മെയിൽ നോക്കണം. മെയിൽ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ചെറിയ കാര്യത്തിനും യൂട്യൂബ് മെയിൽ അയക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും വീഡിയോസ് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.